പഞ്ചാഗ്നി മൊത്തത്തിൽ ഭയങ്കര വള്ളിപ്പ് കഥയായി മാറുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു മന്ദബുദ്ധി ഒരു പെൺകുട്ടികളുടെ ഒരു കഥ ആയി മാറിക്കഴിഞ്ഞു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു പഞ്ചാഗ്നിയുടെ തുടക്കമൊക്കെ കണ്ടിട്ട് ഇത് ഭയങ്കര പ്രമുഖ ചാനലിലെ പരമ്പരകളിലേക്കാട്ട് ഭയങ്കര മികച്ചൊരു പരമ്പര തന്നെയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് പഞ്ചാഗ്നി എന്ന് നല്ല കഥയാണ്, ഭയങ്കര കഥയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പൊട്ട കഥയാണ് നമ്മുടെ പഞ്ചാഗ്നി എന്ന്. കാരണം ഇത്രയ്ക്കും ബോധമില്ലാത്ത പെണ്ണുങ്ങളാണോ ഇവര്? ഓരോ ചതിയിലും ഇങ്ങനെ വന്നു പോയിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല ആരാണ് ശത്രു ആരാണ് മിത്രം എന്നുള്ളത് കേട്ടോ. ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ അമൃത, നമ്മുടെ മഹേന്ദ്രൻ ആ ഒരു ജ്യൂസ് കുടിക്കാൻ പറയുമ്പോൾ തന്നെ കുടിക്കുന്നുണ്ട്. അവിടെ ബോധം കണ്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ മഹേന്ദ്രൻ അടുത്ത് പോയി നമ്മുടെ അമൃതയോടെ ഇരിക്കുന്നുണ്ട്. ശേഷം വാതിലെ കടക്കുന്നുണ്ട്. ഇനി അവിടെ ആരായിരിക്കും രക്ഷകനായിട്ട് വരാൻ പോകുന്നത്? അഭിമന്യനാണെങ്കിൽ ഇപ്പൊ അമൃതയെ ഇപ്പോൾ കട്ടക്കലിപ്പായി. കാരണം നുണയാണല്ലോ പറഞ്ഞത്. ഇനി മിക്കവാറും ചന്ദ്രൻ എത്തുമായിരിക്കും. നമ്മുടെ അമൃതയുടെ അച്ഛൻ തന്നെയായിരിക്കും അവിടെ രക്ഷകനായിട്ട് എത്താൻ പോകുന്നത്. അപ്പുറത്താണെങ്കിൽ വേറൊരു മന്ദബുദ്ധി നമ്മുടെ അംബിക. ഒരു ചതിയിൽ ആദ്യം വീണ് പോയിട്ട് കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ചതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ കലാവധി ഒരു സ്വർണം വിൽക്കാൻ വേണ്ടി നമ്മുടെ അംബികയുടെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ അംബിക ഭയങ്കര സന്തോഷത്തിൽ അത് നമ്മുടെ ദിവ്യപ്രഭയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മുടെ കലാവധിയുടെ ചതി നമ്മുടെ അംബിക മനസ്സിലാക്കുന്നില്ല കേട്ടോ. എന്തായാലും മൊത്തത്തിൽ മന്ദബുദ്ധികളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ പഞ്ചാഗ്നിയിൽ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.